നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഞാൻ ആതിര രവീന്ദ്രൻ. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിക്സ് പാക്സ് ഫിറ്റ്നസ് സെന്റർ, എസ്റ്റിലോ ബാത്ത് ഫിറ്റിംഗ്സ്, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് കൊച്ചിൻ കലാഭവൻ, അങ്കമാലി ഫ്രാഞ്ചൈസ്. ജെൻസികളെ ആകർഷിക്കണം, നേതാക്കളുടെ വസ്ത്രധാരണത്തിലും മാറ്റം വേണം. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതൃത്വം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. CJP നടത്തിയ പ്രതിഷേധത്തിന് ശരിക്കും നേതൃത്വം നൽകേണ്ടിയിരുന്നത് ഡിവൈഎഫ്ഐ ആയിരുന്നുവെന്നും പ്രതിനിധികൾ പറഞ്ഞു. ജെൻസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അടിമുടി മാറണമെന്നും പ്രതിനിധികൾ നിർദ്ദേശിച്ചു. വസ്ത്രധാരണത്തിൽ പോലും മാറ്റങ്ങൾ വേണം എന്നാണ് ആവശ്യം. ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകം സദാചാരവാദികളെ അസ്വസ്ഥമാക്കിയതിൽ അത്ഭുതം തോന്നുന്നില്ല VK സനോജ്. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി VK സനോജ്. നാടകത്തിന്റെ ചില രംഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. നാടകത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തവരാണ് പ്രചാരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് സ്നേഹലത റെഡ്ഡി നേരിട്ട പീഡനമാണ് നാടകത്തിലൂടെ കാണിച്ചത്. രാഷ്ട്രീയമില്ലാത്തവർക്ക് മാത്രമേ ഇത്തരം പ്രചാരണം നടത്തുവാൻ കഴിയൂ എന്നും VK സനോജ് പറഞ്ഞു. പഞ്ചസാര വില ഉയർന്നത് 40%. 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യുവാൻ അനുവദിച്ച കേന്ദ്രം. പഞ്ചസാര വില ഉയരുന്നതിനിടെ രാജ്യത്ത് അസംസ്കൃത പഞ്ചസാര ഇറക്കുമതി ചെയ്യുവാൻ തീരുമാനം. 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 2 മാസത്തിനിടെ ആഭ്യന്തര വിപണിയിൽ പഞ്ചസാര വില 40%-ലേറെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇറക്കുമതി ചെയ്യാൻ ഒരുങ്ങുന്നത്. ദുബായിലെ ഡെലിവറി റൈഡേഴ്സിന് സൗജന്യ ഭക്ഷണം. സുപ്രധാന തീരുമാനവുമായി ദുബായ് RTA. ഡെലിവറി റൈഡേഴ്സിന് സൗജന്യ ഭക്ഷണം ഒരുക്കുവാൻ ദുബായ് RTA. താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം നൽകുക. 23 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണം ലഭ്യമാവുക. ഡെലിവറി റൈഡർമാർ സമൂഹത്തിന് നൽകുന്ന ദൈനംദിന സംഭാവനകൾ പരിഗണിച്ചാണ് പുതിയ സംരംഭം. എമിറേറ്റിലെ പ്രധാന ബസ്, മെട്രോ സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ച താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളിൽ ഡെലിവറി റൈഡർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. ഭരണകൂട ഭീകരതയുടെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു. ഡിവൈഎഫ്ഐ വേദിയിലെ മിസ നാടക വിവാദത്തിൽ നടി ചിന്നൂസ് ചിലങ്ക. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസ നാടകത്തിനെതിരായ അപവാദ പ്രചാരണത്തിൽ പ്രതികരണവുമായി തിയേറ്റർ ആർട്ടിസ്റ്റ് ചിന്നൂസ് ചിലങ്ക. നാടകത്തിന്റെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുവെന്ന് ചിന്നൂസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ് ഈ നാടകം സംസാരിക്കുന്നത്. ഇത് കൊള്ളേണ്ടയിടത്ത് തന്നെ കൊണ്ടു എന്ന് കരുതുന്നു. നാടകവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്നും ചിന്നൂസ് ചിലങ്ക കൂട്ടിച്ചേർത്തു. Premium and fastest moving products in Kerala. Estilo, a complete solution for your bath and kitchen fittings. വിശാഖപട്ടണത്ത് UKG വിദ്യാർത്ഥി ക്ലാസിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മരണം ടീച്ചർ കുഞ്ഞിന്റെ മുഖത്തടിച്ചതിന് പിന്നാലെ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് UKG വിദ്യാർത്ഥി ക്ലാസിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പ്രണയ് തേജ് ആണ് മരിച്ചത്. ടീച്ചർ ശകാരിച്ചതിനെ തുടർന്നാണ് മരണമെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. കുട്ടിയെ ടീച്ചർ മുഖത്ത് തല്ലുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്ന കേസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിൽ. പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് അറസ്റ്റിൽ. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജാൻമണി വിവാദ പ്രസ്താവന നടത്തിയത്. ജന്തർ മന്ദർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ ജാൻമണിയുടെ പരാമർശം ഉണ്ടായത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.